ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പിന്നെ നമ്മുടെ എന്താ പരിപാടി? ഇന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നേരെ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇന്നലെ രാത്രി പോയ സ്ഥലത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലി കഴിക്കാൻ കൊതിയാവുക. ഇഡ്ഡലി കഴിച്ചിട്ട് നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാ? മയാമി ബീച്ച്. നമ്മളിന്ന് മയാമിക്ക് നേരെ പോവാണ്. അപ്പോൾ അതേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തരാം. എന്നിട്ട് കാർ എടുത്തോട്ട് 4 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ടാമ്പ ടു മയാമി. നമ്മൾ ഓൾറെഡി വീട് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ Airbnb ത്രൂ. 4 നൈറ്റാണ് അവിടെ പ്ലാൻ ചെയ്തേക്കണം ഞങ്ങൾ. കാരണം തിരിച്ച് ഓടിക്കണം ഇത്രയും ദൂരം. അപ്പോൾ അതേ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഇന്ന് വേറെ എന്ത് ഇമ്പോർട്ടൻ്റ് ഡേ ആണല്ലോ? എന്താണ്? യെസ്റ്റർഡേ അല്ല, ഇന്ന് നമുക്ക് 25-ാം തീയതിയാണ്, അവര് 25-ാം തീയതി. ഇന്ത്യയിൽ 25-ാം തീയതി രാത്രിയായി. ഇന്ന് എന്തായിരുന്നു? കുഞ്ഞിയുടെ ചോറൂണ്. ആമിയുടെ കുഞ്ഞ് ആരാ? അച്ഛന്റെ അനീറ്റിന്റെ മോള്, എന്റെ പെങ്ങളുടെ കുട്ടിയുടെ ചോറൂണാണ്. അപ്പം അത് കഴിഞ്ഞിണ്ടാവും നാട്ടില് കഴിഞ്ഞിണ്ടാവും ചോറൂണൊക്കെ. എല്ലാവരും സദ്യ കഴിച്ചടിച്ച് വിളിച്ചിട്ടുണ്ടാവും. നമ്മൾ യാത്രയിലായിരുന്നു, വിളിച്ചിരുന്നവരൊക്കെ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മൾ കറക്റ്റ് 10 മണിക്ക് ഇറങ്ങി. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നലെ പോയ കടയിൽ കഴിഞ്ഞിട്ട് നേരെ മയാമി. ശരിയാണല്ലോ, മയാമി. രണ്ടുപേരും ഒരേപോലത്തെ രസമാണല്ലോ. നമുക്ക് ദേഷ്യത്തിൽ എന്താ കാരണം ദേഷ്യപ്പെടാൻ? നിന്റെ സ്വന്തം നിന്റെ എല്ലാം ഞങ്ങൾ പിടിച്ചില്ലേ. നിന്റെ ബാഗോ? അവളുടെ ബാഗ് എവിടെ? സമയം എത്ര മണി? 10:03. കീ കൊടുത്തോ? കീ. ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മള്. പക്ഷെ ഒന്നുകൂടി കഴിക്കാമല്ലോ പോലെ. ഒരു ആമിക്ക് വേണ്ട ഒരു ഇഡ്ഡലി. നല്ല പട്ടിക്കുട്ടിയോടെ നമ്മുടെ സാധനങ്ങൾ വണ്ടി ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. നേരെ ഇപ്പോൾ സമയം 10:07. റോഷാട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 4 മണിക്കൂർ ഡ്രൈവ്. നല്ല രാത്രി വന്നത് ഷിയാസ് കിച്ചണിലേക്ക് വന്നേക്കണേ. ഷിയാസ് കിച്ചണിലേക്ക് വന്നേക്കാണ്. നമുക്ക് എന്തെങ്കിലും പാഴ്സൽ വാങ്ങണം ഉച്ചയ്ക്ക്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടേ. ക്രിസ്മസ് ആയതുകൊണ്ട് ചിലപ്പോൾ പോണ വഴിക്കുള്ള കടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പാഴ്സൽ ഉച്ചയ്ക്കുള്ളതും കൂടി വാങ്ങാൻ. എന്തായാലും ഏകദേശം 10:50 ഉച്ചയ്ക്ക് ഇപ്പോൾ കഴിച്ചാൽ കുറച്ച് വൈകി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇവിടെ തന്നെ പാഴ്സൽ വാങ്ങാനുള്ള പരിപാടിയാണ്. സെറ്റ് ദോശ വന്നിട്ട് നമുക്ക് സെറ്റ് ദോശ ഫസ്റ്റ് കഴിക്കാം. സാമ്പാറും കിട്ടും സെറ്റ് ദോശക്ക്. ഇഡ്ഡലി വട. ക്രിസ്മസ് ഡേ ഇഡ്ഡലി വട കഴിക്കുന്ന രേഷ്മയുടെ അവസ്ഥ. നമ്മുടെ ഉഴുന്നുവട വന്നിട്ടുണ്ട് കേട്ടോ. കുറേ വൈകിട്ടാ വരണേ. കഴിച്ചോ? ഇതെന്താ റോഷയുടെ? കുൽഫിയാ? കുൽഫി. നിന്റെ ഏതാ ഫ്ലേവർ? കുൽഫി മാംഗോ. നിന്റെ ഏതാ ഫ്ലേവർ? ചോക്ലേറ്റ്. നിന്റെ ചോക്ലേറ്റ്. അങ്ങനെ നമ്മളിത് മയാമിയിലേക്ക് യാത്ര തുടങ്ങി. 12:30 നമ്മൾ തുടങ്ങി. 3 മണിക്കൂർ 16 മിനിറ്റ് കാണിക്കണം. 4 മണിക്ക് എത്തുന്ന കാണിക്കണേ. 217 മൈല് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്. ഇത് റിവറാണോ? അങ്ങനെ നമുക്കിനി നമ്മളൊരു റെസ്റ്റ് ഏരിയക്ക് വന്നേക്കാം. റെസ്റ്റ് ഏരിയ അല്ല, ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടേക്ക് വന്നേക്കാണ്. ഇനി 2:25 സമയം. ഞാൻ ഒരു കോഫി എടുത്തുട്ടാ. കുറച്ചും കൂടി ഓടിക്കേണ്ട. ഒരു 1 hour കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ നിർത്തുള്ളൂ. നേരെ 2:30. പക്ഷെ ഇന്ന് വൈകിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 11:30 കഴിച്ചപ്പോൾ. സോ 1 മണിക്കൂർ കൂടി വണ്ടി ഓടിച്ച് 3:30 ആവും ഞങ്ങൾ ഏതെങ്കിലും നല്ല റെസ്റ്റ് ഏരിയയിൽ പോയിട്ട്. ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ വാങ്ങിക്കുകയാണല്ലോ. ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചേക്കുക. ആ ഇന്ത്യൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കടയിൽ നിന്ന് നമ്മളെല്ലാം വാങ്ങിയിരുന്നു. പിന്നെ ഇത് കഴിക്കാനുള്ള നല്ല സ്ഥലം വേണം. റെസ്റ്റ് ഏരിയകളാണ് നല്ലത്. ഈ പെട്രോൾ പമ്പിലൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കയറി ഫ്രഷായി റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്ത് ഇതിപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ചായ പിടിച്ചു. ചായ അല്ല കേട്ടോ, കോഫിയാണ്. അങ്ങനെ ഞങ്ങളൊരു പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ട് 3:57 ടൈം. ഇനി ലഞ്ച് കഴിക്കുകയാണ്. നല്ല പാർക്കിംഗ് ഏരിയ കേട്ടോ. അത് അടിപൊളി സ്ഥലമാണ്. ഇതിനുള്ളിൽ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരുന്ന് കഴിക്കല്ലേ. തണലുള്ള സ്ഥലം വേറെ നോക്കണ.
ഫുഡ് എടുത്തു പോവും. കാക്ക നേരെ ഒന്നും എടുക്കലാവും. കാക്കകൾ ഇരിക്കുന്നുണ്ട് ഭക്ഷണത്തിനടുത്ത് തന്നെ. റെസ്റ്റേരിയ അടിപൊളിയാട്ടാ. അതിനുള്ളിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ മയാമിയുടെ മൊത്തം മാപ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ടാമ്പ ഇവിടുന്ന് ഇപ്പം ഇങ്ങനെ പോയിട്ട് മയാമിയുടെ ആ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. മയാമി അവിടെ നേരെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേക്കാണ്. നമ്മൾ ഏകദേശം ഇവിടെ എത്താറായി. മയാമി എത്തി. അവിടെ നിന്നാണ് വന്നത്. ആ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് എത്തി. ഈ സ്വിച്ച് അനുസരിച്ച് അതിൻ്റെ ഏരിയ ഹൈലൈറ്റ് ആവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് ബട്ടൺ അമക്കിയാലേ. അപ്പോൾ ഇവിടെയൊക്കെ ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ അമക്കിയാൽ ആ ഏരിയ ഹൈലൈറ്റ്സ് ആവും. ഉണ്ടോ? ആ ഭാഗം ഹൈലൈറ്റ് ആവും. ഇവിടെ എഴുതിയിട്ടുണ്ട് എവർഗ്ലേഡ് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് ഏരിയ കേട്ടോ. അതിന് ബട്ടൺ അമക്കി ഇവിടെ ആ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് കുടിക്കാനുള്ളതൊക്കെ എടുക്കാൻ കാശ് കൊടുത്താൽ പോവില്ലേ റോഷടാ? കാപ്പി ഉണ്ടല്ലോ അവിടെ. വാ, അടിപൊളി ശരിയല്ലേ? സൂപ്പർ. തുറന്നോ കളിക സൂര്യമുഖം. ഓ ഓ പുതിയ മുഖം. തുറന്നോ തുറന്നോ പതുക്കെ പതുക്കെ. ശരി, നമ്മുടെ അടിപൊളിയാണല്ലോ. നമ്മുടെ കാർ എവിടെ? അവിടെ. ഓ, ഇത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമല്ലേ? വലിയ റെസ്റ്റ് ഏരിയ കേട്ടോ. നമ്മൾ ട്രക്കിൻ്റെ ഏരിയയിൽ നമ്മൾ വണ്ടി വെച്ചേ. കാരണം ശരിക്കും അവിടെ വെക്കണ്ടായിരുന്നു. റൈറ്റ് സൈഡിലേക്ക് തന്നെ വെക്കണ്ടായിരുന്നു. ആ തിരിവ്ക്ക് കിട്ടിയില്ല സ്പീഡിൽ പെട്ടെന്ന് വന്നപ്പോഴേ. അപ്പോൾ നേരെ ട്രക്ക് ഏരിയയിലാണ് ഇവിടെ കാറുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ അവിടെ നമ്മുടെ അറ്റത്ത് നമ്മുടെ വണ്ടിയും വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഇങ്ങനെ മുകളിലേക്ക് നടക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് നോക്കി നോക്കാം അല്ലേ റോഷടാ? ഇവിടുന്ന് കയറണം. ആ ഭാഗത്ത് നിന്ന് കയറിയിട്ട് ഇങ്ങനെ നടന്ന് 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 അവിടുന്ന് നേരെ ഇറങ്ങായിരുന്നു. അല്ല, അതെ ഇപ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നടന്നെത്തി. അവിടെ നിന്ന് കയറാനുള്ള സ്ഥലമായി. എവിടെ ഇവർ നടക്കാൻ പോയാ? ഇല്ല, അവർ ഉള്ളിലുണ്ട്. ഇവിടെ പിള്ളേരുടെ പാർക്ക് കാണാൻ രസമുണ്ട് കേട്ടോ. നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താന്ന്. എല്ലാവരും പോയി നോക്കുന്നുണ്ട് അവിടെ. ഇങ്ങനെയാണ് ഇവിടുത്തെ റെസ്റ്റ് ഏരിയകൾ. നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചേട്ടാ ഇല്ലേ? ഇവിടെ നോക്കി നോക്കാം. അമൂല്യേ, പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. ഞാൻ അവിടെ ഉണ്ട്. അമൂല്യേ, നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ആമി ഡാപ്പു അതിൻ്റെ മുകളിലേക്ക് പോയി നോക്കാം. വാ, നല്ല രസമാവും. വാ, കയറി പോവാം, നടന്നിട്ട് പോവാം. വാ വാ. ക്രോക്കഡൈലിൻ്റെ വാണിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടുണ്ട് കേട്ടോ, കാണാണ്ട്. നോക്കി ഇവിടെ എന്താണ് ഡു നോട്ട് എൻ്റർ. അവിടെ നിന്നാണ് കയറുക. റോഷേട്ടാ അവിടുന്നല്ലേ കയറുക? ഓ, ഇങ്ങനെയും കയറാല്ലേ? എവിടെ ക്രൊക്കഡൈൽ വാണിംഗ് ഉള്ള? ഓ, തൊട്ടാവാടിയാ? ഏയ്, നാട്ടിന്ന് ശേഷം തൊട്ടാവാടി ഉണ്ടല്ലോ. തൊട്ടുനോക്കാം. വാടി ഇത് തൊട്ടാവാടി നാട്ടില്. ആമി ഇങ്ങോട്ട് വാ. തൊട്ടാവാടി തൊട്ടുക വാടും. എന്തൊരു ഇവിടെ വാണിംഗ് ഉണ്ടല്ലോ. അലിഗേറ്റർ ഇവിടെ അലിഗേറ്റർ ഉണ്ട്. അലിഗേറ്റേഴ്സ് ആൻഡ് സ്നേക്ക് ഇൻ ഏരിയ എന്നുകൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേ അവേ ഫ്രം ദ വാട്ടറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങോട്ട് പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്നേക്ക് അല്ലെങ്കിൽ ക്രോക്കഡൈൽ വാണിംഗ് ഉള്ളത്. അറിയാൻ പറ്റില്ല. നമുക്ക് നോക്കി നോക്കാം. ഇവിടേക്കൊന്നും വരില്ല. ഇത്ര ആൾക്കാരാണല്ലേ?
അടിയിൽ നിന്ന് എന്തായാലും ചാടി പിടിക്കുന്നില്ല, പേടിക്കണ്ട. അടിക്കണ്ട. എല്ലാരും ഓടിക്കോ. പേടിക്കണ്ട, എല്ലാരും ഓടിക്കോ അല്ലേ? ആരും പേടിക്കണ്ട. എല്ലാരും ഓടിക്കോ. ആരും പേടിക്കണ്ട. എല്ലാരും ഓടിക്കോ. ക്രൊക്കഡൈലിനെ കാണാനല്ലോ. എല്ലാരും ഓടിക്കോ. കാണണ്ടെങ്കിൽ രസമുണ്ടായിരുന്നല്ലോ റോഷേട്ടാ. കാണാണ്ടെങ്കിലേ കൈ പിടിക്ക്. നമ്മൾ ഈ എലിഗേറ്ററെ കാണാൻ വേണ്ടിട്ട് ബോട്ടിന്റെ പരിപാടി പ്ലാൻ ചെയ്യണ്ടിട്ടാ. നടക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ, നോക്കി നോക്കാം. അപ്പം ഇങ്ങനെ തന്നെ തിരിച്ചു വരണം. ഇവിടുന്ന് ഒരു 40 മിനിറ്റ് ദൂരമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ബേബി ഉണ്ടോ? എവിടെ വീഴണ്ട ഡാമി? മുതലാണ്, പിടിച്ചിട്ടടിക്കും. മുതലകളൊക്കെ ഉള്ള സ്ഥലങ്ങളതൊക്കെ. ഇനിയുള്ള സ്ഥലത്ത് മുതല ക്രോസ് ചെയ്യും റോട്ടിലൊക്കെ. അങ്ങനത്തെ സ്ഥലങ്ങളാ. അലിഗേറ്റർ മുകളിലേക്ക് വരില്ലേ, പക്ഷെ അത് നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ പോയി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. തിന്നത് നമുക്ക് ഇങ്ങോട്ട് വരാണ്ട് നാളെ മറ്റന്നാളായിട്ട് ഇങ്ങോട്ട് വരും. നമുക്കിവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ഓക്കെ, വാ മീ, നമുക്ക് നടക്കാം. വാ ഇങ്ങനെ പണിത് മുകളിൽ വരുന്നുണ്ട് കേട്ടാ. ഏറ്റവും മുകളിലേക്ക് പോവാം. ഞാൻ നടന്ന് നമ്മൾ മുകളിലേക്ക് പോണു. അത് ശരിക്കുള്ള മുതലയാ, നീ പെട്ടു. ആ ഓക്കെ, അങ്ങനെ വരാം. അതെ, ഇവിടെ ഉള്ളതല്ലേ അൺവെൽക്കം ഗസ്റ്റുകളാ. ആമല്ലേ അൺവെൽക്കം. ഓ, ഇത് അലിഗേറ്റർ റാലി എന്ന് പറഞ്ഞ സ്ഥല. എന്റെ അമ്മോ, പാമ്പുകളും അടിപൊളി. എവിടെ? ആ ദേ എവിടെ ചെറുത് അലിഗേറ്റർ. കണ്ടു അതിലുണ്ട്, കാണാണ്ട് ഒരു അലിഗേറ്റർ കാണാണ്ട്. വാ, കുട്ടിയാണ് കേട്ടോ, കുട്ടി അലിഗേറ്റർ ആണ് അതിൽ കാണുന്നത്. ടീനേജറാണോ? വാ നടക്കാം. നമ്മളൊരെണ്ണത്തെ കണ്ടു. ഈ സ്ഥലത്ത് കൂടെ നടന്നാലേ ഇതേപോലെ അലിഗേറ്ററും സ്നേക്സും ഒക്കെ വെള്ളത്തിൽ കാണാം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ പണിത് വെച്ചേക്കണേ. വേറെ അലിഗേറ്ററൊക്കെ കാണാൻ പറ്റും, വലുതൊക്കെ ഉണ്ട്. ഇവിടെ ഗോഡ്സില്ല വലിയൊരു മുതലയുടെ കാര്യം റോഷേട്ട പറഞ്ഞു. റോഷേട്ട ഒരു കഥ പറഞ്ഞില്ലേ, എന്താ എത്ര വലുതാ? ഗോഡ്സില്ല പോലത്തെ. അതിന്റെ ഒരു പേരാണ്, നിക് നെയിമാണ് ഗോഡ്സില എന്നാണ് അതിനെ വിളിക്കണത്. ഓക്കെ, ന്യൂസ് വായിച്ചതാണ്. എന്നിട്ട് അത് ഒരു വലിയൊരു പൈത്തണ്ണൊക്കെ അടിച്ചോണ്ട് പോണത്. അതാ ഇവിടുത്തെ ഏറ്റവും വലിയ മുതലല്ലേ? അതെന്തോ നിക് നെയിം ഇട്ടേക്കണ അവര്. ഓക്കെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനത്തെ സ്ഥലം നിറയെ മുതലയുടെ ഏരിയ ആണ്. ഈ ഫ്ലോറിഡ, മയാമി. സൂക്ഷിക്കണം എല്ലാ സ്ഥലത്തും. എന്ത് കാണണം, ഇങ്ങനെ കാണാണ്ടാ? എവിടെ? പാമ്പിനൊന്നും കാണാനില്ല. വാ നമുക്ക് നടക്കാം. നിനക്ക് നിനക്ക് ഇഷ്ടമായ മറ്റേ എന്നെ കണ്ടപ്പോ? ഓ, സ്പ്രിങ്ങും സമ്മർ സീസണിലും ഓക്കെ, ഞാൻ വായിച്ചില്ല. ഫയർ ചാൻസസ് ഉള്ളതല്ലേ? സ്പ്രിംഗ് ആൻഡ് സമ്മർ ഈസ് ദ ഫയർ സീസൺ. ലൈറ്റ്നിങ് അടിക്കുമ്പോഴാണ് അത് തന്നെയാണ്. മൊത്തം പിടിച്ചു പോവില്ലേ? ഓ, ഇതാണ് ന്യൂസ് അല്ലേ? അലിഗേറ്റർ നിക് നെയിം ഗോഡ്സില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഓ, ഓക്കെ. ഇവിടെ ഇവിടെ പനയുണ്ട്, നല്ല പന. അലിഗേറ്ററുകള് കാണണ്ട്, വേറൊരു അലിഗേറ്ററിനെ കാണാണ്ട് എന്ന് പറഞ്ഞ റോഷേട്ടൻ. ഇവിടെ എവിടെയുണ്ട്, നമുക്ക് നടക്കാം. വാ ഇവിടെ പറഞ്ഞേ, ഇതിന്റെ അടിയിലല്ലേ? നോക്കിയോക്കെ, എന്റെ അടിയിൽ
ആ അതെ അതിന്റെ അടുത്ത് അല്ലേ ചെറുതുണ്ട് പറഞ്ഞിട്ട് അവിടെ ചെറുത് കാണാണ്ട് അവര് നോക്കണ അതിന്റെ അടിയിൽ തന്നെ കാണാണ്ട് കേട്ടാ. അവിടെ ഒരു അലിഗേറ്റർ കാണാണ്ട് കേട്ടാ. വീഴൂട്ടാ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങായി. എത്ര ഉള്ളു പോയിന്റ്? ആലി. ഓ അത്ര ഉദ്ദേശിച്ചില്ല. അലിഗേറ്റ് ആലി അല്ലേ? ഈ അലിഗേറ്റർ ആലി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. എന്താ ബേഡ്സ്, കുറെ ബേഡ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെയല്ലേ എല്ലാം ബേഡ്സിൻ്റെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. അലിഗേറ്ററിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. ഔ കൈമ ഷോക്കടിക്കട്ടാന്നുണ്ട്. ആ കൈമ ഇങ്ങനെ കിടട്ടാന്ന് ഷോക്കടിക്കുക. ഇതൊരു വേണം. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി വണ്ടിയിൽ അടുത്ത സ്ഥലത്തേക്ക് എത്താണ്ട് വേഗം പോവാം. തിരിച്ചു പോവുകയാണ്. നമ്മളങ്ങനെ ഇറങ്ങി, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോസ് ചെയ്ത് നമ്മുടെ വണ്ടി എടുത്ത് പോവാം. ഇത് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ റെസ്റ്റ് ഏരിയ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞേട്ടാ. എന്തായാലും വന്നത് നന്നായി. അത് കണ്ടില്ല, 2 എലിഗേറ്റർ കുഞ്ഞുങ്ങളെ കണ്ടു. അവിടെ ഉണ്ടാവും കേട്ടോ, വലിയ വലിയ എലിഗേറ്ററിലൊക്കെ ഉണ്ടാവും. ക്രോസ് ചെയ്യാം. വരുമോ? ഓ അടിപൊളി നായറിന് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോയി. നമ്മൾ ഇത്ര എങ്ങനെ നടന്നു വന്നേട്ടാ. ഈ മോൾ കൂടെ ഇങ്ങനെ നടന്നു വന്നു. ഐ ബട്ട് ബാബു കുട്ടി നായ. നമ്മൾ നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. കെയർഫുൾ ആവണം ആമയോടെ. വാ 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 വാ. നമ്മുടെ വണ്ടി വേറെ എല്ലാ കാറുകളും എടുത്ത് പോയിട്ടാ. നമ്മുടെ കാറ് മാത്രമേ ഉള്ളൂ ഈ ട്രക്ക് പാർക്കിങ്ങില്. എടുക്കാൻ വേഗം എപ്പോൾ എടുത്ത് തരാം വണ്ടി. അപ്പൊ നമുക്ക് പോകാം. അങ്ങനത് നമ്മൾ കറക്റ്റ് 6:10 നമ്മൾ ഇവിടെ എത്തി. നമ്മുടെ 6 പറഞ്ഞ വീട്. ഈ വീട്ടിലാണ് നമ്മൾ 2 റൂം 3 റൂമുണ്ട് ഈ വീട്ടിൽ. എങ്ങനെയുണ്ടോ വീട്? ഇവിടെ വാഴ, പുറത്ത് കയറി പിന്നെ വാഴ. ഇതാണ് കുട്ടികൾക്കുള്ള റൂമാ അതോ ഒരു റൂം അടിയില്? ഇതെന്താ? ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അടിപൊളിയാണല്ലോ ഇവിടുത്തെ ബാത്റൂം. ഇവിടെ കിച്ചൺ ഐറ്റംസ് അല്ലേ? വാവ്. സോഫ, TV എല്ലാം ഉണ്ട്. സോഫ TV ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ തുറക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ ഇവിടെ ഇതാണ് കിച്ചൺ നമ്മുടെ തന്നെ. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ ഒരു ചെടിയുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി മുകളിലേക്ക് പോയി വെക്കാം. മുകളിലേക്ക് പോയി നോട്ടെ. മുകളിൽ എത്ര റൂമുണ്ട്? 2. അടിയിലൊരു റൂമല്ലേ? ഇത് കൊള്ളാം അല്ലേ? ഓ ഇതാവും മെയിൻ ബെഡ്റൂം അല്ലേ? വലിയ റൂമാണിത്.
അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം എവിടെ? മുകളിലാ? ഓ അഭിനവരുടെ അടിയിലല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ഒരെണ്ണം അടിയിലൊരെണ്ണം, പിന്നെ ഇവിടെ ഒരു വലിയ വീട്. കൊള്ളാം. ഇതില് ബാത്റൂം. ഇതെന്താ? വെറുതെ ഡ്രസ്സുകളൊക്കെ ഇടാളൊരു റൂം. അതോ ഇതെന്താ അപ്പോ? ഇവിടെ എന്താ? ഇത് ഇവിടെ അറ്റാച്ച്ഡ് ഇവിടെ ബാത്റൂം ഉണ്ട്. 3 ബാത്റൂം ഉണ്ട്. അപ്പൊ കൊള്ളാം കൊള്ളാം, എന്തായാലും കൊള്ളാം. നമ്മളങ്ങനെ ഇനി ഇവിടെയാണ് നമ്മളെ 4 നൈറ്റ്. ഇന്ന് 25, 26, 27, 28. ഫ്രിഡ്ജിലെന്തെങ്കിലും ഉണ്ട്? അതിന് എംപ്റ്റി ഫ്രിഡ്ജ്. കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും പാത്രം. ഓ പാത്രം മോളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സെറ്റ്.